ഹായ് ഹലോ, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തില് ഇപ്പോൾ വലിയൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഗൗതം എപ്പോഴും നന്ദയെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നന്ദയോട് ഗൗതം വാശി തീർക്കുമ്പോഴും അവിടെ തന്റെ മകന്റെ ജീവിതം അവതാളത്തിലായിക്കൊണ്ടിരിക്കുവാണ് എന്ന് ഗൗതം മനസ്സിലാക്കുന്നില്ല. ഗൗതം ഇപ്പോഴും നന്ദയോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് നന്ദൂട്ടനെ കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴും നന്ദുവിന്റെ കാല് ശരിയാക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കും. പക്ഷെ ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഗൗതം ഇപ്പോൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നന്ദു പറഞ്ഞത് പ്രകാരം അല്ലെങ്കിൽ നന്ദു എങ്കിലും പറഞ്ഞിട്ട് ഗൗതം അവിടെ നിൽക്കാനായിട്ട് തയ്യാറാകുമോ, അതോ ഗൗതമിന്റെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഗൗതം വീണ്ടും തിരികെ ഇന്ത്യവരത്തിലോട്ട് പോകുമോ? പവിത്രയുടെ ആ ഒരു പ്രഗ്നൻസി ഒരിക്കലും ശരിയായിട്ടുള്ളതല്ല, സത്യമല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത കിടിലൻ ട്വിസ്റ്റുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത്. ഗൗതം വാശി തീർക്കുമ്പോഴും അവിടെ തന്റെ ജീവിതമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ഗൗതം മുന്നോട്ട് പോകുവാണ്. നന്ദുവിന്റെ ആവശ്യപ്രകാരമാണ് നന്ദ അവിടേക്ക് വന്നത്, ഗൗതമിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത്. നന്ദ വന്നു, ഗൗതമിനോട് കാര്യങ്ങൾ സംസാരിച്ചു. എത്രത്തോളം ഗൗതം ഇവിടെ നിൽക്കുന്നു അത്രത്തോളം നന്ദുവിന്റെ ആ ഒരു കാല് ശരിയാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് നന്ദ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അപ്പോഴും എനിക്ക് നന്ദയുടെ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല എന്ന് ഗൗതം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ശരി, സാറിന് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല, എന്നാൽ നന്ദുവിന്റെ ട്രീറ്റ്മെന്റ് എങ്കിലും നടത്താമല്ലോ. എന്നാൽ അതിന്റെ യാതൊരു ആവശ്യവുമില്ല എന്നും നന്ദുവിനെ ഞങ്ങൾ ഇന്ന് തിരികെ കൊണ്ടുപോകുവാണ്. നന്ദുവിന്റെ ട്രീറ്റ്മെന്റ് ഡോക്ടർ നന്ദ നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നന്ദേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് നന്ദുവിനെ ഞങ്ങൾ ചികിത്സിപ്പിക്കും, നന്ദുവിന്റെ കാല് ശരിയാക്കി എടുക്കും എന്നാണ് ഗൗതമിന്റെ പ്രഖ്യാപനം. എന്നാൽ ആ സമയത്തും നന്ദ പറയുന്നുണ്ട്, ശരിയാണ്, പല ഡോക്ടേഴ്സിനും ഇപ്പൊ എന്നേക്കാൾ പ്രഗത്ഭരായ ഡോക്ടേഴ്സ് കാണും, അവർക്ക് നന്ദുവിനെ ചികിത്സിപ്പിക്കാനും നന്ദുവിന്റെ കാല് ശരിയാക്കി എടുക്കാനും പറ്റും. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് നന്ദുവിന് ആത്മവിശ്വാസം നൽകുക, നന്ദുവിന്റെ ധൈര്യം കൈവിടാതെ മുറുകെ പിടിക്കാനായിട്ട് സാധിക്കണം. അതെനിക്ക് സാധിക്കും, ഞാൻ നന്ദുവിന് വാക്ക് കൊടുത്തതാണ്, നന്ദുവിന്റെ കാല് ഞാൻ ശരിയാക്കി തന്ന് നന്ദുവിനെ റേസിൽ പങ്കെടുപ്പിക്കുമെന്ന് ആ ഒരു കാര്യം ഗൗതം നിഷേധിക്കരുത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഗൗതം നന്ദുവിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സമ്മതിക്കണം എന്നൊക്കെ നന്ദ ആവശ്യപ്പെട്ടു. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് വാശി കയറി ചൂടുപിടിച്ച് നിൽക്കുന്ന ഗൗതമിന്റെ തല സമ്മതിച്ചു, അതായത് ഗൗതമിന്റെ തലച്ചോറ് സമ്മതിച്ചില്ല. ഗൗതം അപ്പോഴും നന്ദയുടെ ആ ഒരു സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ നന്ദുവിനെ കൊണ്ട് തിരിച്ചു പോകുവാണെന്ന് പറഞ്ഞിട്ട് ഗൗതമിന്റെ ഈഗോയാണ് അവിടെ സംസാരിച്ചത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്ദയുടെ മുഖത്ത് നോക്കി ആ ഒരു ചെക്ക് ഇങ്ങനെ കാണിച്ചതിന് ശേഷം, ഇതിനകത്ത് എത്ര രൂപയാണെന്ന് വെച്ചോ എഴുതിയെടുത്തോ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഈ ശാന്തിപുരം ഗ്രാമത്തിലധികം രോഗികളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഇത് എഴുതിയെടുക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പൈസ നന്ദയുടെ മുന്നിൽ വീശി. എന്നാൽ അവിടെ തൻ്റെ പ്രൊഫഷനെയാണ്, തൻ്റെ ആ ഒരു ഏറ്റവും കൂടുതൽ താൻ സ്നേഹിക്കുന്ന ഡോക്ടർ എന്ന ജോലിയാണ് ഗൗതം അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. നന്ദ ഉടനെ തന്നെ ആ ഒരു ചെക്ക് വാങ്ങിച്ച് ഗൗതമിന്റെ മുന്നിൽ നീട്ടിയതിനു ശേഷം പറയുവാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആദരിച്ച എൻ്റെ പ്രൊഫഷനെയാണ് നിങ്ങൾ നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് നിങ്ങളോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ചെക്ക് കീറി ഗൗതമിന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞതിന് ശേഷം, നന്ദു മോനെ, ഞാൻ നിനക്ക് വാക്ക് തന്നതാണ്, പക്ഷേ എനിക്ക് നിനക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് നന്ദുവിനോട് ക്ഷമ ചോദിച്ചതിന് ശേഷം നന്ദ അങ്ങ് പുറത്തോട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ ഗൗതമിന്റെ വാശി അപ്പോഴും നിലനിർത്താനായിട്ട് മാത്രമേ ഗൗതം ശ്രമിച്ചിരുന്നുള്ളൂ. സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തോട്ട് പോകുന്ന സമയത്തും നന്ദ ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. നന്ദു പോയി, ഡോക്ടർ ആൻറ്റി പോയില്ലേ, ഞങ്ങൾ പോകുന്ന വഴിക്ക് ആൻറ്റിയെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. വേണ്ട മോനെ, ഞങ്ങൾ വേണ്ട, എന്നെ വിളിക്കാനായിട്ട് വണ്ടി വരും എന്ന് നന്ദ പറഞ്ഞു. എന്നാൽ ആ സമയത്തും അവിടെ ചോദിക്കുന്നുണ്ട്, എൻ്റെ പപ്പ ചിലപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആൻറ്റി എന്നെ ചികിത്സിപ്പിക്കാനായിട്ട് വരുമോ, എൻ്റെ കാല് ശരിയാക്കി തരുമോ, എനിക്ക് റേസിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് നന്ദയോട് ചോദിച്ചു. എന്നാൽ ഇല്ല മോനെ, ഞാൻ വരത്തില്ല, മോൻ്റെ പപ്പ അങ്ങനെ വിളിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വരത്തില്ല, അഥവാ നിന്റെ പപ്പ വിളിച്ചാലും ഞാൻ വരത്തില്ല, കാരണം അത്രത്തോളം എന്നെ അപമാനിച്ചു എന്ന് പറയുമ്പോഴും നന്ദു അവിടെ പറഞ്ഞ വാക്കുണ്ട്.
ആൻറ്റി എന്നെ ഒരുപാട് ആത്മവിശ്വാസം നൽകി, അതുകൊണ്ട് ആൻറ്റി എനിക്ക് വരണം, ആൻറ്റി എൻ്റെ കാല് ശരിയാക്കി തരണം, എൻ്റെ പപ്പ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ഉറപ്പായിട്ടും വരണം എന്ന് പറഞ്ഞിട്ടാണ് നന്ദു അവിടെ നിന്ന് സങ്കടത്തോടു കൂടി പോകുന്നത്. ആ സമയത്തും നന്ദയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയും തൻ്റെ സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്തു. അതിനിടയിൽ നിർമ്മൽ വന്നു. നിർമ്മലെ നന്ദയെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിർമ്മലിന്റെ അടുത്തേക്ക് ചെന്ന് വണ്ടിയിൽ കയറിയ ടൈമിലും പറയുവാണ്, എന്തായാലും നിർമ്മൽ, നമ്മൾ ചേർന്ന് പോകുന്നത് ഭാര്യയും ഭർത്താവും കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ അഭിനയിക്കുവാണ് നന്ദ ചെയ്തത്. നിർമ്മലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്ദ ബൈക്കിൽ പോകുന്നത് കണ്ടിട്ട് ഗൗതമിന് ഒരിക്കലും ഒട്ടും സഹിക്കാനായിട്ട് പറ്റിയില്ല. ഗൗതം ഉടനെ തന്നെ പിങ്കിയോട് പറയുവാണ്, കണ്ടോ, ഇത് കണ്ടോ ഗൗതം, ഇത് കണ്ടോ പിങ്കി, അവള് മനഃപൂർവ്വം, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്താണെന്ന്. അവിടെ നിർമ്മലും നന്ദയും നല്ല സ്നേഹത്തോടു കൂടി അവർ ജീവിക്കുവാണ്, എന്നെ വിട്ടു പോയതിനു ശേഷം അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുവാണെന്നും നിനക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ എന്ന് ഗൗതം പിങ്കിയോട് ചോദിച്ചു. പക്ഷെ ആ സമയത്തും എനിക്ക് തോന്നുന്നത് അവര് ഷോ ഓഫ് കാണിക്കുന്നതെന്നാണ്, നമ്മുടെ മുന്നിൽ വെറുതെ ഷോ കാണിക്കുവാണ് നന്ദ ചെയ്തത് എന്ന് എനിക്ക് തോന്നി. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല. ഇപ്പോഴും നിർമ്മലും നന്ദയും സ്നേഹത്തോടെ ജീവിക്കുവാണെന്നും അവരുടെ കുഞ്ഞാണ് ഗൗരി എന്നും ഗൗതം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഗൗതം മനസ്സിലാക്കുന്നില്ല. ഈ സമയത്ത് അവർ നേരെ ഇന്ദീവരത്തിലോട്ട് പോകുവാണ്. അപ്പോൾ അതേസമയത്ത് ഇന്ദീവരത്തിൽ വലിയൊരു സന്തോഷ വാർത്ത അറിഞ്ഞതിന്റെ എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിലാണ്. പവിത്ര ഗർഭിണിയാണ്. അപ്പോൾ പവിത്ര അത്രത്തോളം ഇത്രയും നാള് അത്രയും കെയർ ചെയ്തില്ലെങ്കിൽ പോലും ഇനി ഓരോ കാര്യങ്ങളും പവിത്രയുടെ കാര്യങ്ങളെല്ലാം നോക്കി മോഹിനി സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ജഗന്നാഥൻ വന്ന് പറയുന്നത് ഗൗതമും പിങ്കിയും എത്താറായി. എന്നാൽ അത് കേട്ട പാടെ തന്നെ മോഹിനിക്ക് ദേഷ്യം വന്നു. നന്ദുവിനെ എവിടുന്നോ ദത്തെടുത്ത് കൊണ്ടുവന്നതാണെന്നും നന്ദു ഈ വീട്ടിലെ അനന്തരാവകാശിയല്ല, ഈ വീട്ടിലെ അനന്തരാവകാശിയായിട്ട് ഇപ്പോൾ പവിത്രയുടെ വയറ്റില് ഈ ഇന്ദീവരത്തിലെ ചോര പവിത്രയുടെ വയറ്റില് വളരുവാണെന്നും ആ കുഞ്ഞാണ് ഇന്ദീവരത്തിലെ അവകാശി, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു തുറുപ്പ് ചീട്ട് വെച്ചിട്ട് ഇത്രയും നാളും എനിക്ക് സംസാരിക്കാനായിട്ടൊരു വോയിസ് ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോ എന്റെ കയ്യിൽ ഒരു തുറുപ്പ് ചീട്ട് കിട്ടിയിട്ടുണ്ട്. ഈ തുറുപ്പ് ചീട്ട് വെച്ച് തന്നെ ഞാൻ പിങ്കിയെ തകർക്കും, ഇന്ദീവരത്തിലുള്ള എല്ലാവർക്കും എതിരെ ഞാൻ സംസാരിക്കും, എന്നിട്ട് ഈ ഇന്ദീവരത്തിന്റെ അധികാരം ഞാൻ കൈക്കലാക്കും എന്ന് മോഹിനി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പക്ഷേ തന്റെ മരുമകൾ പവിത്ര തന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പവിത്രയെ ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ഈ സമയത്താണ് പിങ്കിയും ഗൗതമും നന്ദുവും കൂടി അകത്തേക്ക് കയറി വന്ന പാടെ തന്നെ ലക്ഷ്മി ഓടിപ്പോയി നന്ദുവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ നന്ദു ഉടനെ തന്നെ ലക്ഷ്മിയെ തള്ളി മാറ്റിയതിന് ശേഷം ദേഷ്യത്തോടു കൂടി അകത്തോട്ട് പോകുവാണ്. ആ സമയത്ത് കനകമ്മ വന്നിട്ട് നന്ദുവിന് സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ തനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നന്ദു ദേഷ്യത്തോടു കൂടി പോയി. അതിന്റെ കാരണം എന്താണെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴും ഗൗരിയെ വിട്ട് നന്ദു പിരിഞ്ഞു വന്നതിന്റെ ദേഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ആ പ്രശ്നത്തെ സോൾവ് ചെയ്തു. എന്നാൽ ആ ഗൗതമിന്റെ കാര്യങ്ങളെ പറ്റിയും ഗൗതമിന് അവിടെ വെച്ച് അപകടം പറ്റി ഇതിനെ പറ്റിയും പിന്നെ ഗൗതമിന് ചികിത്സിക്കാനായിട്ട് പെട്ടെന്ന് ആ ഒരു ലേഡി ഡോക്ടർ വന്നതുകൊണ്ടാണ് ഗൗതം രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി സംസാരിച്ചു. ആ സമയത്തും തന്റെ മരുമകളായിരുന്ന നന്ദയെക്കുറിച്ചാണ് ലക്ഷ്മി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നന്ദയാണ് ഗൗതമിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വന്നതെന്ന് ലക്ഷ്മി മനസ്സിലാക്കിയിരുന്നില്ല. നന്ദയുടെ ആ ഒരു ലേഡി ഡോക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം കുറിച്ചാണ് പറയുന്നത് എന്ന് ഗൗതമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗതം ദേഷ്യത്തോടു കൂടി അകത്തോട്ട് കയറിപ്പോയി. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോഴും ഗൗതമിന് ചെറിയ ക്ഷീണം കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി വീണ്ടും സത്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇതിനിടയിലാണ് പവിത്ര ഗർഭിണിയാണെന്നുള്ള കാര്യം പിങ്കിയോട് ലക്ഷ്മി പറയുന്നത്. സന്തോഷത്തോടു കൂടി പവിത്രയെ കാണാനായിട്ട് പിങ്കി അകത്തേക്ക് ഓടിപ്പോയി. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഗൗതം വന്ന് ഫ്രഷ് ആയിട്ടൊക്കെ നന്ദയുടെയും ഗൗതമിന്റെയും ആ ഒരു ഫോട്ടോ ഗൗതം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഗൗതം നോക്കി തന്റെ ദേഷ്യം ആ ഫോട്ടോയിൽ തീർക്കുവാണ്. എന്നിട്ട് ആ ഫോട്ടോ കീറിക്കളഞ്ഞു. ഇത് കണ്ടപാടെ തന്നെ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്നു. പിങ്കി വന്നിട്ട് ഗൗതം എന്തായി കാണിക്കുന്നത്, എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് എന്ന് ഗൗതമിനോട് ചോദിക്കുകയും, അപ്പോൾ ഇത്രയും നാളും ഗൗതം എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, നന്ദയോട് ഗൗതമിന് അത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാണ് ഈ ഫോട്ടോ ഗൗതം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പിങ്കി ഗൗതമിനോട് ചോദിക്കുകയും, എന്നാൽ എനിക്ക് ഇത്രയും നാളും
നന്ദയെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് നന്ദയെ ഇഷ്ടമല്ല എന്നും അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ കീറിക്കളഞ്ഞതെന്നും ഗൗതം പറയുകയും നന്ദയോടുള്ള ദേഷ്യവും എല്ലാം ഗൗതം അവിടെ പിങ്കിയുടെ മുന്നിൽ ഇങ്ങനെ പ്രകടിപ്പിച്ചു. ആ സമയത്ത് പിങ്കി പറയുന്നുണ്ട്, ഗൗതം ഇപ്പോൾ ഗൗതമിന്റെ മനസ്സിൽ ആരും ഇല്ലല്ലോ, നന്ദ പോലും ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഗൗതമിന് താങ്ങും തണലുമായിട്ട് ഗൗതമിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ നിന്നൂടെ, എന്നെ സ്വീകരിച്ചൂടെ, ഗൗതമിന്റെ ഭാര്യയായിട്ട് എന്നെ സ്വീകരിച്ചൂടെ, ഞാൻ എപ്പോഴും ഗൗതമിന്റെ കൂടെ കാണത്തില്ലേ എന്ന് പിങ്കി ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ മനസ്സ് കലങ്ങിക്കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു തീരുമാനം പറയാൻ പറ്റത്തില്ല എന്ന് ഗൗതം പറയുമ്പോഴും ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഓരോ അവസരങ്ങൾ തേടി നടക്കുന്ന പിങ്കിക്ക് വീണ് കിട്ടിയ ഒരു നല്ലൊരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നിർമ്മലും നന്ദയും സ്നേഹത്തോടെ ജീവിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച ഗൗതമിന് ഈ ഒരു അവസരം കൊണ്ട് പിങ്കിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പക്ഷേ പിങ്കിക്ക് അറിയാം അവർക്കിടയിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പിങ്കിക്ക് ഏകദേശം സംശയമുണ്ട്. എന്നാൽ ഗൗതം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞാൽ, തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നന്ദയ്ക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് പിങ്കിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഇനിയാണ് നമ്മൾ കാണേണ്ടത്. ഒരു പക്ഷേ തൻ്റെ മകനാണ്, മരിച്ചുപോയ അഭിമന്യുവാണ് നന്ദൂട്ടൻ എന്നുള്ള സത്യം ഗൗതമും നന്ദയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അതുമാത്രമല്ല, നിർമ്മലും നന്ദയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഗൗരി ഗൗതമിന്റെ മകളാണെന്നുള്ള സത്യവും കൂടി ഗൗതം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ഇടയിൽ നടക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും. എന്നാൽ പിങ്കിയുടെ സ്ഥാനം അവിടെ നിന്നും പുറത്താകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യവരത്തിൽ നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യവും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.